എവരിവൺ. അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് മൊത്തം എത്ര ചാപ്റ്റർ ഉണ്ട്? 12 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ 2 ടെക്സ്റ്റ് ആയിട്ടാണ്, നമുക്ക് 2 പാർട്ടായിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിലെ 6th ചാപ്റ്ററായ ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ഡേറ്റ ജനങ്ങളും ഓപ്പറേറ്ററുകളും, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. മിസ് ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിൻ്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതോടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താ? ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ സംതിങ് റിലേറ്റഡ് ടു പ്രോഗ്രാമിംഗ് ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിലൊക്കെ എന്താ പഠിച്ചേ? ഒരു C++ പ്രോഗ്രാം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള IDE എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ C++ ലാംഗ്വേജിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചത് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഇത്രയും കൂടെ കൂടുതലായിട്ട് കുറച്ചുകൂടി മെയിൻ കോൺസെപ്റ്റ്സ്, അതായത് നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണ്, അതുപോലെ ഓരോ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഓരോരോ കാര്യങ്ങൾ, അതാണ് ഈ ഡേറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന എക്സ്പ്രഷൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു പോകുന്നത്. ഈസിയാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഡേറ്റ ടൈപ്സ്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഡേറ്റ ടൈപ്പ് എന്നാണല്ലേ. അപ്പോൾ എന്താണ് ഡേറ്റ ടൈപ്പ് എന്നുള്ളത് ചെറിയൊരു ഇൻട്രോ നമ്മൾ ആദ്യം പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാംഗ്വേജ് ഇതാണ് C++ ആണല്ലേ. അപ്പോൾ C++ൽ ഏതൊക്കെ ഡേറ്റ ടൈപ്സ് ഉണ്ടെന്നുള്ളത് പഠിക്കും. ദെൻ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്. ഓക്കെ, അതൊരു നമ്മുടെ C++ലെ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഒരു 3 ടൈപ്പ് ഉണ്ട്. അതിൽ വരുന്നത് ഒന്നാണ് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ വേരിയബിൾസ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്, അത് നമ്മൾ ഓരോന്ന് പഠിക്കുന്ന ടൈമിൽ നമുക്ക് നോക്കാം. ദെൻ എക്സ്പ്രഷൻസ് 3 ടൈപ്പ് പറയുന്നുണ്ട്: അരിത്തമെറ്റിക്, റിലേഷണൽ ആൻഡ് ലോജിക്കൽ. ഈ 3 ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴേക്കും നമ്മൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എഴുതും. ഓക്കെ, അത് ഓരോന്നും ഓരോ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഡിക്ലറേഷൻ ഉണ്ടാകും, അതുപോലെ അസൈൻമെൻറ്റ് ഉണ്ടാവാം, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്ന് എന്താണെന്നുള്ളത് ഓരോ എക്സാമ്പിൾ വെച്ച് തന്നെ നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ടാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ഓക്കെ, ടൈപ്പ് മോഡിഫയേഴ്സ് ഉണ്ട്, ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. ഓക്കെ, ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പ് കൺവേർഷൻ എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ദെൻ ലാസ്റ്റ് എന്താ? സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു കോഡിൻ്റെ ഒരു നോർമൽ ഒരു ചെറിയൊരു പ്രോഗ്രാം എഴുതാനായിട്ടൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് പഠിക്കും? ഒരു പ്രോഗ്രാം, ഒരു C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് പഠിക്കും. ഓക്കെ, ഒരു സാമ്പിൾ പ്രോഗ്രാം നമ്മൾ എഴുതി നോക്കും, അതിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ദെൻ ഗൈഡ് ലൈൻസ് ഫോർ കോഡിങ്. ഓക്കെ, അതായത് നമ്മൾ കോഡ് എഴുതാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റൂൾസ്, ഗൈഡ് ലൈൻസ്, അതാണ് ലാസ്റ്റ് ആ ഒരു ഏരിയയിൽ വരുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റ് എന്താ? കുറച്ച് സാമ്പിൾ പ്രോഗ്രാംസ്, അതായത് നമ്മൾ ഇത്രയും പഠിച്ചു വെച്ച് ഈ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളത് മിസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് ഡേറ്റ ടൈപ്പ്. എന്താണ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേറ്റ ടൈപ്സ് ആർ ദ മീൻസ് ടു ഐഡൻറ്റിഫൈ ദ നേച്ചർ ഓഫ് ദി ഡേറ്റ ആൻഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ദി ഡേറ്റ. അതായത് ഡേറ്റ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചല്ലേ, റോ ഫാക്ട്സ്, ക്വാണ്ടിറ്റി, മെഷർ എന്നൊക്കെ പറയുന്നതൊക്കെ ഡേറ്റാസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റയുടെ നേച്ചർ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് ഈ ഒരു ഡേറ്റയിൽ പെർഫോം ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റയുടെ നേച്ചർ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് അതിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഡേറ്റ ടൈപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ C++ൽ വരുന്ന ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് താഴെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. നമുക്ക് 3 ടൈപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത്: യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്, ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്,
ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ്. ഓക്കെ, അതിൽ ഫണ്ടമെന്റലിൽ തന്നെ നമുക്ക് എന്തുണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഇന്റഗ്രൽ ഡേറ്റ ടൈപ്സും ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രലിൽ ഇൻറ്റ് ക്യാർ എന്ന് പറഞ്ഞിട്ട് 2 ഉണ്ട്. ഫ്ലോട്ടിംഗ് പോയിന്റ് വരുമ്പോഴേക്കും ഫ്ലോട്ടും ഡബിളും കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിലൊന്നും പെടാതെ വോയിഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരാളെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫസ്റ്റത്തെ 3 എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ്. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മുടെ C++ന്റെ കമ്പൈലറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്സ്. ഓക്കെ, ദേ ആർ ഓൾസോ നോൺ ആസ് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ്. എങ്ങനെ അറിയപ്പെടുന്നത്, ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ് എന്ന് കൂടി അത് അറിയപ്പെടും. ഇറ്റ്സ് അറ്റോമിക് ഇൻ നേച്ചർ. നമുക്കത് പിന്നീട് ബ്രോക്കൺ ചെയ്ത് അതിന് സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതിലാണ് പിന്നീട് ഡിവിഷൻസ് വരുന്നത്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. പിന്നെ വരുന്നതാണ് യൂസർ ഡിഫൈൻഡ്. യൂസർ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, നമുക്ക് യൂസേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ടൈപ്സ്. C++ ഈസ് ഫ്ലെക്സിബിൾ ഇനഫ് ടു അലോ പ്രോഗ്രാമേഴ്സ് ടു ഡിഫൈൻ ദെയർ ഓൺ ഡേറ്റ ടൈപ്സ്. കണ്ടോ, പ്രോഗ്രാമേഴ്സിന് അവരുടെ സ്വന്തം ഡേറ്റ ടൈപ്സ് അവർക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, സ്ട്രക്ചറിന് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, സ്ട്രക്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്യൂമറേഷന് ഈനം എന്ന് കൊടുത്തിട്ടുണ്ട്. യൂണിയൻ, ക്ലാസ്, ഇതൊക്കെ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്തായിരുന്നു, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് പറഞ്ഞില്ലേ, അതിൽ കുറച്ച് ഓൾട്രേഷൻ വരുത്തിയിട്ട്, അതായത് ഇപ്പം നമ്മൾ അതിൻ്റെ സൈസിൽ ഒരു ഓൾട്രേഷൻ വരുത്തുന്നു, അല്ലെങ്കിൽ അത് ഗ്രൂപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കാണ് നമുക്ക് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് ഇൻറ്റ് ക്യാർ എന്നൊക്കെ പറയുന്നത് എന്തിലാണ് വരുന്നത്, ഫണ്ടമെന്റലിൽ വരുന്നതാണ്. അപ്പോൾ അതിലുള്ള ഇതിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേറൊരെണ്ണം കിട്ടും അല്ലെ, അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അറേസ്, പോയിന്റേഴ്സ്, ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലോ ചാർട്ടിലേക്ക് നമുക്കൊന്നും കൂടെ ഒന്ന് പോയി നോക്കാം. എന്തൊക്കെയായിരുന്നു, C++ ഡേറ്റ ടൈപ്സിൽ 3 ടൈപ്പ് ഉണ്ട്. യൂസർ ഡിഫൈൻഡ് പറഞ്ഞു, ഫണ്ടമെന്റൽ പറഞ്ഞു, ഡിറൈവ്ഡ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫണ്ടമെന്റലിൽ തന്നെ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്, 2 ടൈപ്പ് ഉണ്ട് അല്ലേ, ഇന്റഗ്രൽ ഡേറ്റ ടൈപ്പും ഫ്ലോട്ടിംഗ് പോയിന്റും. ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്ന എന്താ, നമ്പേഴ്സ് ആയിരിക്കും, ഇൻറ്റീജേഴ്സ്, നമ്പേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ താഴെ ഇൻറ്റും ക്യാറും വന്നത് എന്താണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവില്ലേ. ഇൻറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻറ്റീജർ നമ്പേഴ്സ്, അതായത് ഹോൾ നമ്പേഴ്സ്, ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത ഹോൾ നമ്പേഴ്സ് എല്ലാം നമ്മൾ എന്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഇൻറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ക്യാർ എന്ന് പറയുന്നത് എന്താണ്, അത് ആൽഫബെറ്റ്സ്, അതുപോലെ തന്നെ സെമി കോളൻ, അതുപോലെ പഞ്ച്വേഷൻസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും, അതുപോലെ ഈവൻ നമ്പേഴ്സും ഒക്കെ നമുക്ക് ഈ ഒരു ക്യാറിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ക്യാരും ഇൻറ്റഗ്രൽ ഡേറ്റ ടൈപ്പിൻ്റെ അണ്ടറിൽ വന്നതിൻ്റെ റീസൺ എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ് ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആസ്കി കോഡ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ. ഓരോ ക്യാരക്ടറിനും നമ്മൾ ഓരോ ഇൻറ്റീജർ വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇൻറ്റഗ്രൽ ഡേറ്റ ടൈപ്സിൻ്റെ അണ്ടറിൽ കൊടുക്കാൻ റീസൺ. ഓക്കെ ആണല്ലോ. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്രാക്ഷണൽ പാർട്സ് ഉള്ളത് അല്ലേ. അപ്പം ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഇട്ടുള്ള വാല്യൂസ് തന്നെയാണ്. ഡബിൾ എന്ന് പറയുമ്പോഴേക്കും ഇത്രയും കൂടെ വലിയ പോയിന്റ് വാല്യൂസിനെയാണ് ഡബിൾ എന്ന് പറയുന്നത്. ദെൻ ഇതിലൊന്നും പെടാതെ ഒരാൾ നിൽക്കുന്നുണ്ട്, വോയിഡ്. ഈ ഒരു വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതെന്താന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ജസ്റ്റ് വോയിഡ് എന്ന് പറയുന്നത് ഒരു നള്ളാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ. അപ്പം 3 നമ്മൾ പറഞ്ഞു. യൂസർ ഡിഫൈൻഡ് ഉണ്ട്, കണ്ടോ, ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡിറൈവ്ഡും ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോ ചാർട്ട് ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യൻസ് ചോദിക്കും, C++ന്റെ ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ അല്ലേ. അടുത്തത് വരുന്നത് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ്. നമ്മൾ 3 ഉണ്ടെന്ന് പറഞ്ഞു, യൂസർ ഡിഫൈൻഡ്, ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ആണ് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്, ദേ ആർ ബേസിക് ഇൻ നേച്ചർ ആൻഡ് ദേ കാൺ ബി ഫർദർ ബ്രോക്കൺ ഇൻ ടു സ്മോൾ യൂണിറ്റ്സ്. ചെറിയ യൂണിറ്റ്സ് ആയിട്ട് നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് GCC എന്ന് പറയുന്ന ഒരു കമ്പൈലറാണ്. ഓക്കെ, C++ നമ്മൾ യൂസ് ചെയ്യുന്നത് GCC എന്ന് പറയുന്ന കമ്പൈലറാണ്. അതുകൂടാതെ ഇപ്പോൾ ടർബോ C++ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും കമ്പൈലേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് നമ്മൾ ചെയ്ത് പഠിക്കുന്നതും നമ്മൾ ലാബിൽ ചെയ്യുന്നതും ഒക്കെ GCC കമ്പൈലർ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുമ്പോഴേക്കും ഓരോന്നിനും ഓരോ സൈസ് നമ്മൾ പറയും. നിങ്ങളിപ്പോൾ വേറെ വല്ല ടെക്സ്റ്റ് ബുക്കോ ഗൈഡോ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആയിരിക്കും കാണുക, സൈസ് കാണുക. ഇപ്പോൾ ഇൻറ്റീജറിനും ക്യാരക്ടറിൻ്റെ ഒക്കെ സൈസ് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വേറെ വാല്യൂ കാണാൻ
സാധിക്കും. അതെന്താ റീസൺ എന്നുള്ളതാണ് മിസ് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലർ ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ഏതാണ്? 5 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു ഫ്ലോ ചാർട്ടിൽ തന്നെ മിസ് പറഞ്ഞതാണ്. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റീജർ നമ്പറിന് വേണ്ടിയിട്ട്, ക്യാർ എന്ന് പറയുന്നത് ക്യാരക്ടർ കോൺസ്റ്റന്റിന് വേണ്ടിയിട്ടാണ്, ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസിന്, ഡബിൾ എന്ന് പറയുമ്പോഴേക്കും ഇച്ചിരി കൂടി പ്രിസിഷൻ കൂടുതൽ വേണ്ട ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനാണ് നമ്മൾ ഡബിൾ യൂസ് ചെയ്യുക. ദെൻ വോയിഡ് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി ആണ് അല്ലെങ്കിൽ നള്ളാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഡേറ്റ ടൈപ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാർ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? ക്യാരക്ടർ. അതായത് നമ്മൾ എഴുതുന്ന ഇപ്പം എ എന്നൊക്കെ എഴുതിയാൽ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, നമുക്കിപ്പോൾ ഇങ്ങനെ എ എന്ന് എഴുതി, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്ലസ് സൈൻ ഇട്ടു, ഇങ്ങനെയൊക്കെ വരുന്നതെല്ലാം ക്യാറിലാണ് വരുന്നത്. ഓക്കെ, ക്യാരക്ടറാണ്. അപ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ 1 ബൈറ്റാണ് സൈസ്, സ്പേസ് കൊടുക്കുന്നത് 1 ബൈറ്റാണ് ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെമ്മറി സ്പേസ് എന്ന് പറയുന്നത്. എത്രയാണ്? ക്യാറിന് കൊടുക്കുന്ന സ്പേസ് 1 ബൈറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ഇൻറ്റീജർ. ഇൻറ്റീജർ എന്ന് പറയുമ്പോഴേക്ക് എന്താണ്? നമ്മുടെ ഹോൾ നമ്പേഴ്സ് മാത്രം, അതായത് എന്താ 0 മുതലുള്ള നമ്പേഴ്സ്, ഫ്രാക്ഷണൽ പാർട്സ് ഇല്ലാത്ത നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻറ്റീജറിന് ഷോർട്ടായിട്ടാണ് നമ്മൾ INT എന്ന് എഴുതുന്നത്. ഇത് കീവേഡ് ആണ്. INT, ക്യാർ, ഫ്ലോട്ട്, വോയിഡ് എന്നൊക്കെ പറയുന്നതൊക്കെ കീവേഡ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മളത് ആ ഒരു കീവേഡ്സ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഇൻറ്റ് എന്ന് പറയുന്നതിന് ഇവർ കൊടുക്കുന്നത് മെമ്മറി സ്പേസ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ക്യാർ വരുമ്പോഴേക്കും 1 ബൈറ്റ് ആണ്. ഇൻറ്റീജർ ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെമ്മറി സ്പേസ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വരുന്നതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഓക്കെ, അതായത് പോയിന്റ് വാല്യൂസ്. അവിടെ നമുക്ക് പോയിന്റ് വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പഠിച്ചത്? എക്സ്പൊണൻറ്റും മാൻഡിസൊക്കെ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചില്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനും സെയിം 4 ബൈറ്റ്സ് തന്നെയാണ് അവർ മെമ്മറി സ്പേസ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഡബിൾ വരുമ്പോൾ എന്താണ്? നമ്മൾ എഴുതുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ്, ഇവിടെ ഫ്ലോട്ട് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 7 ആണ് പ്രിസിഷൻ എടുക്കുക, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ്. ഡബിൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഇരട്ടി വരുന്നുണ്ട്, അതായത് ഏകദേശം ഒരു 15 വരെ നമുക്ക് പ്രിസിഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സൈസ് കൂടുതൽ വേണ്ടി വരുമല്ലോ. അപ്പോൾ നേരെ ഡബിൾ, 4ന് ഡബിൾ 8 ബൈറ്റ്സ് ആണ് നമ്മൾ ഡബിളിന് കൊടുക്കുന്ന മെമ്മറി സ്പേസ് എന്ന് പറയുന്നത്. വോയിഡ് എന്ന് പറയുന്നത് എന്താ? നള്ളാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ഡേറ്റ ഒന്നും ഇല്ല അല്ലേ? അപ്പോൾ അവിടെ സ്പേസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ്? 0 ബൈറ്റ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈസ് പറയുന്നത്. ഇത്രയും റേഞ്ച് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു, ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കാം. അത് പഠിക്കണം എന്നില്ല, പക്ഷെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു സൈസാണ്. ഓരോന്നിനും ഏതൊക്കെ സൈസാണെന്നുള്ളത്. അപ്പോൾ നോക്കിക്കേ, വോയിഡ് ആണ് ഏറ്റവും ചെറുത്, വോയിഡിന് 0 ആണ്. പിന്നെ വരുന്നത് ക്യാറിന് 1 ബൈറ്റ്, ദെൻ ഇൻറ്റു വരുന്നു, അതായത് ഇൻറ്റീജറിന് 4 ബൈറ്റ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റിനും 4 ബൈറ്റ്സ്, അതുപോലെ തന്നെ ഡബിൾ വരുമ്പോഴും 8 ബൈറ്റ്സ്. ഓക്കെ ആണല്ലോ? സൈസ് ഓരോന്നിനും എത്രയൊക്കെയാണ് അലോട്ട് ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആണല്ലോ? അടുത്ത ടോപ്പിക്കാണ് വേരിയബിൾ. നമുക്കൊരു ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതെവിടെ ഇരിക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയണ്ടേ? അതായത് നമ്മുടെ മെമ്മറിയുടെ അതിലെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് അറിയണം അല്ലേ? എന്നാൽ മാത്രമേ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുത്ത പേരാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, വേരിയബിൾസ് ആർ ദി നെയിം ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻസ്. മെമ്മറി ലൊക്കേഷൻസിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ, അതിൻ്റെ സൈസ് എന്താണ്, അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ആണെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയണമെങ്കിൽ എങ്ങനെ അറിയാൻ സാധിക്കുക? അത് ഏത് ഡേറ്റ ടൈപ്പ് വെച്ചാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചു ഇൻറ്റ് ഉണ്ട്, ക്യാർ, അങ്ങനെ ഒത്തിരി ഡേറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചല്ലേ? അപ്പോൾ ഇതിൽ ഏത് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണോ ഈ ഒരു ഡേറ്റ അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അത് റിലേറ്റ് ചെയ്തായിരിക്കും നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ സൈസും ഒക്കെ അറിയാനായിട്ട് സാധിക്കാം. അപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന 3 കാര്യങ്ങളുണ്ട്. വേരിയബിൾ നെയിം, മെമ്മറി അഡ്രസ് ആൻഡ് കണ്ടന്റ്. ഇത്രയും കാര്യങ്ങളാണ് വേരിയബിളിൽ വരുന്നത്. ഓക്കെ, വേരിയബിൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിംപ്ലി ആ ഒരു വേരിയബിളിന് നമ്മളൊരു പേര് കൊടുക്കും. ഓക്കെ, വേരിയബിൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ്. മെമ്മറി ലൊക്കേഷൻസിൽ നമ്മൾ പറയുന്ന പേരാണ് വേരിയബിൾസ്. അപ്പോൾ ഓരോ ഡേറ്റയും സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിളിന് നമ്മളൊരു പേര് കൊടുക്കും. ഓക്കെ, ഇനി മെമ്മറി അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈച്ച് ആൻഡ് എവറി ബൈറ്റ് ഓഫ് മെമ്മറി ഹാസ് ആൻ അഡ്രസ്. മനസ്സിലായോ? അതായത് ഓരോ ബൈറ്റിനും, മെമ്മറിയുടെ ഓരോ ബൈറ്റിനും ഓരോ അഡ്രസ് ഉണ്ട്. അതാണ് മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വേറൊരു പേരൂടെ വിളിക്കും, എൽ വാല്യൂ.
ഓക്കെ. ദെൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വേരിയബിളിനെ നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ അതിനെയാണ് കണ്ടന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് നമ്പർ ആവാം, ഇൻറ്റീജർ ആവാം, ക്യാരക്ടർ ആവാം, ഫ്ലോട്ട് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ആ ഒരു അതിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ കണ്ടന്റ് എന്ന് വിളിക്കുന്നത്. അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ആർ വാല്യൂ. മിസ് ഇത് ഒന്നുകൂടെ ഒരു എക്സാമ്പിളിലൂടെ ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, ഈ ഒരു ഫിഗറിൽ നമുക്കൊരു മെമ്മറി കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എത്ര? 4 ബൈറ്റാണ്. ഓക്കെ, കണ്ടോ? 1001, 1002, 1003, 1004. ഓക്കെ, അപ്പം 4 ബൈറ്റാണ്. നമ്പർ എന്താ കൊടുത്തിരിക്കുന്നത്? 18 എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ നം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 18 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. അപ്പോൾ ഇൻറ്റീജറിൻ്റെ സൈസ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 4 ബൈറ്റ്സ് ആണ് അല്ലേ? അതാണ് ഈ ഒരു 4 ബൈറ്റ്സ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേരിയബിൾ നെയിം എന്താണ്? നം. നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നം എന്ന് പറയുന്നതാണ് വേരിയബിൾ നെയിം. ഓക്കെ, മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് എന്താ? 1001, 1002, 1003 ആൻഡ് 1004. പിന്നെ എന്താ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്താണ്? കണ്ടന്റ് എന്താണ്? 18 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മെമ്മറി അഡ്രസ്സിനെ എൽ വാല്യൂ എന്ന് കൂടി പറയും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ എൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ മെമ്മറി അഡ്രസ്സിലെ ഫസ്റ്റ് ബൈറ്റ് എന്താണോ അത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 4 ബൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് 1 ബൈറ്റ് വരുന്നതുണ്ട്, 4 എണ്ണം വരുന്നതുണ്ട്, അതുപോലെ തന്നെ ഡബിൾ വരുമ്പോൾ എന്താ 8 ബൈറ്റ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബൈറ്റ് എത്രയാണോ അതാണ് നമ്മൾ എൽ വാല്യൂ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ എൽ വാല്യൂ എന്താണ്? 1001. ഓക്കെ, അപ്പോൾ ആർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കണ്ടന്റ് ആണ് അല്ലേ? കണ്ടന്റ് എത്രയാണോ കൊടുത്തിരിക്കുന്നത്? 18. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിംപ്ലി നമ്മളൊരു ഡേറ്റ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ മെമ്മറി ലൊക്കേഷനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ. ഈ വേരിയബിളിന് നമ്മളൊരു പേര് കൊടുക്കും. ഓക്കെ, ഓരോ ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു പേര് കൊടുക്കും. 18 എന്ന് പറയുന്നത് ഒരു നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നം എന്നൊരു പേര് കൊടുത്തു. ഓക്കെ, ഇൻ കേസ് ഇപ്പം നമ്മളൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് അതിൻ്റെ സമ്മാണ് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ A+B നിങ്ങൾക്ക് കാണണം. A+B ചെയ്ത് കിട്ടുന്ന ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ സം എന്ന് പറയുന്നതായിരിക്കും ഇവിടെ വേരിയബിളിൻ്റെ നെയിം വരിക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് വേരിയബിളിന് നെയിം കൊടുക്കുന്നത്. ഒരു പേരുണ്ടാകും, അതുപോലെ പിന്നെന്താ അതിനൊരു മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, എത്രയാണ് നമുക്ക് എത്ര ബൈറ്റ് വീതം ഉണ്ടോ അതായിരിക്കും നമ്മൾ മെമ്മറി അഡ്രസ്സിൽ എഴുതുക. അതിൽ എൽ വാല്യൂ എന്ന് പറഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ബൈറ്റ് എത്രയാണോ അതായിരിക്കും എടുക്കുന്നത്. പിന്നെന്താ? കണ്ടന്റ്. അതിൻ്റെ ഉള്ള എന്താണോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് കണ്ടന്റ് ആയിട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത ടോപ്പിക് വരുന്നതാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. അതായത് നമ്മളിപ്പം ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു അഡീഷൻ പെർഫോം ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, അഡീഷൻ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ A+B എന്ന് എഴുതണം. പോട്ടെ, നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, 5 + 3 = 8 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു പ്ലസ് സിമ്പിൾ കണ്ടോ? ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളിനെയാണ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓപ്പറേറ്റർ ഈസ് എ സിമ്പിൾ ദാറ്റ് പെർഫോംസ് ആൻ ഓപ്പറേഷൻ. ഓക്കെ, ദി ഡേറ്റ ഓൺ വിച്ച് ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ആർ കോൾഡ് ഓപ്പറാൻഡ്സ്. എന്താണ്? ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ അതിനെയാണ് ഓപ്പറാൻഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ എന്താണ് അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത്? ഈ ഒരു അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ എന്തൊക്കെയാണ് ഇവിടെ ഡേറ്റ? 5 എന്ന് പറയുന്ന നമ്പറും 3 എന്ന് പറയുന്ന നമ്പറാണ് ഇവിടുത്തെ ഡേറ്റ. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഓപ്പറാൻഡ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 5ഉം 3ഉം ഓപ്പറാൻഡ്സും പ്ലസ് എന്ന് പറയുന്ന സൈനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഓപ്പറേറ്റർ. ഓക്കെ അല്ലേ? ദെൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ് റിക്വയർഡ് ഫോർ ആൻ ഓപ്പറേഷൻ ഓപ്പറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. അതായത് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറാൻഡ്സിൻ്റെ എണ്ണം അനുസരിച്ച് അതിനെ നമ്മൾ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എഴുതിയ എക്സാമ്പിൾ നോക്കിക്ക് എത്ര ഓപ്പറാൻഡ്സ് ഉണ്ട്? 2 എണ്ണമാണ് അല്ലേ? 5ഉം 3ഉം 2 ഓപ്പറാൻഡ്സ് ആണ് വരുന്നത്. അതുപോലെ എത്ര എണ്ണമാണോ നമ്മളൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറാൻഡ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തത് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? യൂണറി, ബൈനറി ആൻഡ് ടെർണറി. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഓപ്പറേറ്റേഴ്സ് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണറി എന്ന് പറയുമ്പോൾ എന്താ? സിംഗിൾ ഓപ്പറാൻഡ്, അതായത് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു നമ്പറിൻ്റെ സൈൻ പറയാമെന്ന് വിചാരിക്കുക. അതായത് അത് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണെന്നൊക്കെ പറയുമ്പോഴേക്ക് എന്താ വരുന്നത്? അവിടെ ഒരു ഓപ്പറേറ്റർ ഉണ്ടല്ലേ? നമ്മൾ പോസിറ്റീവ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്ലസ് സൈൻ ഇട്ടിട്ടാണ്. ഇപ്പോൾ +5 എന്ന് എഴുതിയാൽ 5 പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അതുപോലെ ഇപ്പം മൈനസ് സൈൻ ആണെങ്കിലോ -7 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ മൈനസും പ്ലസും എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്ററാണ്. ഈ 5ഉം 7 എന്ന് പറയുന്നത് എന്താ? ഒരു ഓപ്പറാൻഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരെണ്ണല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ യൂണറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നോക്കിക്കേ, ഏതൊക്കെ ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, പ്ലസ് പ്ലസ്
പിന്നെ മൈനസ് മൈനസ്. ഈ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റും മൈനസ് മൈനസ് എന്ന് പറയുന്നത് ഡിക്രിമെൻറ്റും ആണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക എന്തൊക്കെയാണോ യൂണറിയിൽ വരുന്നത്. പ്ലസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആദ്യം താഴെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് എ പ്ലസ് പ്ലസ് എ, അതുപോലെ തന്നെ ഇപ്പം മൈനസ് എന്ന് എഴുതാം, മൈനസ് മൈനസ് എ, ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അതാണ് യൂണറി. ഇനി അടുത്തത് വരുന്നതാണ് ബൈനറി. മിസ് തൊട്ട് മുന്നേ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്തായിരുന്നു? 2 ഓപ്പറാൻഡ്സ് വെച്ചിട്ടുള്ളതാണ് അല്ലേ? അതാണ് ബൈനറി. കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ബൈനറി ഓപ്പറേഷൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, ഇതെല്ലാം വരുന്നത് എന്തിലാ? നമ്മുടെ ബൈനറിയിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് ഏതൊക്കെയാണ് നമുക്ക് പറയാം? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതുപോലെ റിലേഷണൽ, ലോജിക്കൽ, ഇതൊക്കെ വരുന്നത് എന്തിലാണ്? ബൈനറിയിലാണ്. അതായത് അവിടെ 2 ഓപ്പറാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി, അതുപോലെ തന്നെ എന്താ എ മൈനസ് ബി എഴുതാം, എ ഇൻറ്റു ബി, പിന്നെന്താ എ ബൈ ബി, ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഇവിടെ എന്താ എ ബി എന്ന് പറയുന്ന 2 എണ്ണമല്ലേ നമുക്കുള്ളൂ. അതാണ് ബൈനറി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ടെർണറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്വിയസ്ലി അവിടെ 3 എണ്ണം ഉണ്ടാവും അല്ലേ? നമ്മൾ ഒരെണ്ണമാണ് യൂണറി എന്ന് പറഞ്ഞത്, ബൈനറി എന്ന് പറഞ്ഞപ്പോൾ 2 എണ്ണം എന്ന് പറഞ്ഞു. അപ്പോൾ ടെർണറി എന്ന് പറയുമ്പോൾ എന്താ? 3 എണ്ണം. അപ്പോൾ ഈ ഒരു 3 എണ്ണം വെച്ചിട്ട് ചെയ്യുന്ന എന്തായിരിക്കും? എന്ത് ഓപ്പറേഷനാണ് നമ്മൾ 3 എണ്ണം വെച്ചിട്ട് ചെയ്യുന്നത്? 3 എണ്ണം വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു പേര് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താണ്, അതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കും. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ടെർണറി എന്ന് പറയുന്നത് 3 ഓപ്പറാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനെ വിളിക്കുന്ന പേരെന്താ? കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് കൂടി വിളിക്കും. അതെങ്ങനെ എഴുതുന്നതെന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മിസ് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. എന്നാലും അതെന്താന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു 3 എണ്ണം പഠിക്കുക. എന്തൊക്കെയാണ്? യൂണറി ഉണ്ട്, ബൈനറി ഉണ്ട്, അതുപോലെ തന്നെ ടെർണറി ഉണ്ട്. ഇത് 3ഉം എന്തിനെ ബേസ് ചെയ്തിട്ടാ? നമ്മുടെ ഓപ്പറാൻഡ്സിന്റെ എണ്ണത്തെ ബേസ് ചെയ്തിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബൈനറിയിൽ നമ്മൾ അരിത്തമെറ്റിക്കും റിലേഷണലും ലോജിക്കലും ഒക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ അതിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ വരുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിലാണ്. ഓക്കെ, അതിന് കൂടാതെ നമ്മൾ ഒരെണ്ണം കൂടെ പഠിക്കുന്നുണ്ട്, മോഡുലസ് ഓപ്പറേറ്റർ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഒരു പെർസെൻറ്റേജ് എഴുതുന്ന ആ ഒരു സിമ്പിളാണ്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും നിങ്ങൾ പെട്ടെന്ന് പെർസെൻറ്റേജ് കാണാനായിരിക്കും എന്ന് വിചാരിക്കരുത്. അതല്ല, നമ്മളൊരു ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എത്രയാണോ കിട്ടുന്നത് അത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 5/3 എന്ന് ചെയ്യുകയാണെങ്കിൽ 1, 3, റിമൈൻഡർ 2. ഇവിടെ നമ്മൾ 5/3 എന്ന് പറയുമ്പോൾ ആൻസർ നമ്മൾ 1 എഴുതും. ഇനി അവിടെ വരുന്ന റിമൈൻഡർ ഇല്ലേ, ഈ ഒരു 2, ആ ഒരു 2 ആണ് മോഡുലസിൽ നമ്മൾ എഴുതാം. ഓക്കെ, മോഡുലസ് ഓപ്പറേറ്റർ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അരിത്തമെറ്റിക് ഡിവിഷനിൽ റിമൈൻഡർ വാല്യൂ ആയിരിക്കും. അതിന് നമ്മൾ മോഡ് ഓപ്പറേറ്റർ എന്ന് കൂടി വിളിക്കും. ഓക്കെ, ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ 2 നമ്പർ എടുത്തിട്ടുണ്ട്, XY എന്ന് പറഞ്ഞിട്ട് 10ഉം 3ഉം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് വരുന്നത്? അഡീഷൻ ഉണ്ടല്ലേ. അഡീഷൻ എന്ന് പറയുമ്പോൾ x + y. അപ്പോൾ എന്താ 13 എന്ന് കിട്ടി. 10 + 3 30. x - y എന്ന് പറഞ്ഞപ്പോൾ എന്താ 10 - 3 7 കിട്ടി. x × y എന്ന് പറഞ്ഞപ്പോൾ എന്താ 10 × 3 30. ദെൻ x/y എന്ന് പറയുമ്പോഴേക്കും 3. ഇവിടെ ഒന്ന് നോക്കിക്കേ, നമ്മൾ 10/3 ചെയ്യുമ്പോൾ ഇവിടെ 3 എഴുതി, 9, റിമൈൻഡർ 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ x/y എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആൻസർ 3 എഴുതി. അതുപോലെ x mod y എന്ന് പറഞ്ഞപ്പോൾ എന്ത് എഴുതി? റിമൈൻഡർ ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. ക്ലിയർ ആയോ? അതാണ് മോഡ് ഓപ്പറേറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ന്യൂമറിക് ഡേറ്റ. ന്യൂമറിക് ഡേറ്റാസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട്, the result of any relational operation will be either true or false. അതായത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ന്യൂമറിക് ഡേറ്റ തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ 5 < 1 എന്ന് എഴുതിയാൽ ഇത് 2 ന്യൂമറിക് ഡേറ്റ തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലേ. ഇത് 5 is less than 1 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ആണെങ്കിൽ നമ്മൾ ട്രൂ എന്ന് പറയും, ട്രൂ അല്ലെങ്കിൽ എന്താ ഫോൾസ് എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ C++ൽ ഈ ഒരു ട്രൂവും ഫോൾസും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1ഉം 0 ആയിട്ടാണ്. ബൈനറി നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0ഉം 1ഉം ആണല്ലേ. ഓക്കെ, അപ്പോൾ ട്രൂവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 ആയിട്ടും ഫോൾസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 ആയിട്ടും ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് C++ൽ മൊത്തം 6 എണ്ണമാണുള്ളത്. 6 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നോക്കിക്കേ, ലെസ് ദാൻ, കേട്ടോ, ലെസ് ദാൻ സിമ്പിൾ ഉണ്ട്. അതുപോലെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു,
നമ്മൾ ഈക്വൽ ടു എന്ന് പറയുമ്പം ഇവിടെ യൂസ് ചെയ്യുന്നത് 2 ഈക്വൽ ടു ആണ്, ഒരെണ്ണം അല്ല. നമ്മൾ മാത്സിൽ നമ്മൾ എഴുതുമ്പോഴേക്കും ചിലപ്പോൾ a = 5 ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതുമായിരിക്കും. പക്ഷേ ഇവിടെ ഒരു നമ്പറിന് ഈക്വൽ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ 2 ഈക്വൽ ടു സിമ്പിൾ എഴുതണം. ഓക്കെ, ദെൻ നോട്ട് ഈക്വൽ ടു എന്ന് നിങ്ങൾ മാത്സിൽ കണക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എഴുതുക. പക്ഷേ ഇവിടെ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ വരുമ്പോഴേക്കും ഇങ്ങനെയാണ് നമ്മൾ നോട്ട് ഈക്വൽ ടു എഴുതുന്നത്. ഓക്കെ, ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ, ബാക്കി എല്ലാം സെയിം ആണല്ലേ. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ടു, ദെൻ നോട്ട് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കിക്കേ. m n എന്ന് പറഞ്ഞിട്ട് 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. m ലെസ് ദാൻ n ആണോ? അല്ലല്ലേ, ഫോൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 0 കൊടുത്തു. ദെൻ m ഗ്രേറ്റർ ദാൻ n, അതായത് 12 ഗ്രേറ്റർ ദാൻ 5 ആണോ? ആണ്. 12 5നേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്തു. ഒരിക്കലും അവിടെ ട്രൂ ഫോൾസ് എന്ന് എഴുതി വെക്കരുത്. നമ്മൾ ഏതാ കൊടുക്കേണ്ടത്? 0 ഓർ 1 ഏതാണോ അത് ആ വാല്യൂ ആണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി m ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ? അല്ല. എന്ത് കൊടുത്തു? 0 കൊടുത്തു. ദെൻ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ആണ്. അപ്പോൾ നമ്മൾ 1 കൊടുത്തു. m നോട്ട് ഈക്വൽ ടു n ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് 12 നോട്ട് ഈക്വൽ ടു 5 ആണ്. ശരിയാണ്, അവർ പറഞ്ഞ കാര്യം ശരിയാണല്ലേ. 12 ഈസ് നോട്ട് ഈക്വൽ ടു 5. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, നമ്മൾ ട്രൂ കൊടുത്തു. m ഈക്വൽ ടു n എന്ന് പറഞ്ഞു. ശരിയാണോ? അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 0 കൊടുത്തു. ക്ലിയർ ആയോ? അപ്പം ഇത്രയാണ് നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സും പഠിച്ചു, അതുപോലെ തന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സും പഠിച്ചു. അടുത്തത് വരുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ഓക്കെ, നമ്മൾ മാത്സിലൊക്കെ a ഗ്രേറ്റർ ദാൻ b ഗ്രേറ്റർ ദാൻ c ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. ഇങ്ങനെ എഴുതുന്നതിനൊരു പ്രശ്നമില്ലല്ലോ. പക്ഷെ നമുക്ക് ഇവിടെ പ്രോഗ്രാമിംഗിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ a ഗ്രേറ്റർ ദാൻ b എന്ന് എഴുതാം, അതുപോലെ b ഗ്രേറ്റർ ദാൻ c എന്ന് എഴുതാം. പക്ഷെ അത് മൂന്നും കൂടെ ഒരുമിച്ച് എഴുതാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ട് ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ, ദെൻ ലോജിക്കൽ നോട്ട്. ഇങ്ങനെ 3 ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് ലോജിക്കൽ ആൻഡ്. ലോജിക്കൽ ആൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പിൾ നോക്കിക്കേ. ഇങ്ങനെ നമ്മൾ 2 എണ്ണം എഴുതുന്നത്, ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ആൻഡ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. 10 ഗ്രേറ്റർ ദാൻ 5 ആൻഡ് 15 ലെസ് ദാൻ 25. ഈ ഒരു കേസ്, ആൻഡിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെയിം ആയിരിക്കണം, അതായത് രണ്ടും കറക്റ്റ് ആയിരിക്കണം, ട്രൂ ആയിട്ട് വരണം. അതായത് ഇപ്പോൾ 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ട്രൂ ആണ് അല്ലേ. ഓക്കെ, 15 ലെസ് ദാൻ 25 എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതും ശരിയാണ്. അപ്പം 2 കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമേ ഈ ഒരു സംഭവം ട്രൂ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇൻ കേസ് ഇത് ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കുക. 10 ഗ്രേറ്റർ ദാൻ 5 ആണ്, 100 ലെസ് ദാൻ 25 ആണോ? അല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ? അത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, അതായത് ആൻഡിന്റെ കേസിൽ രണ്ടും ട്രൂ ആയാലേ അത് മൊത്തത്തിൽ ട്രൂ ആവുള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു ടേബിൾ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഫസ്റ്റത്തെ ഓപ്പറേഷന് നമുക്ക് കിട്ടുന്നത് ഫോൾസ് ആണ്, രണ്ടാമത്തതും ഫോൾസ് ആണെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫോൾസ് ആയിട്ട് കിട്ടുള്ളൂ, ആ ഒരു ഓപ്പറേഷൻ ഫോൾസ് ആയിരിക്കും. ദെൻ ആദ്യത്തേത് ഫോൾസ് ആണ്, പക്ഷെ രണ്ടാമത്തേത് ട്രൂ ആണ്. പക്ഷെ നമുക്കത് എന്താ പറയുക? അത് ഫോൾസ് ആയിട്ടേ പറയുള്ളൂ അല്ലേ. ദെൻ അടുത്ത് നോക്കിക്കുക, ആദ്യത്തെ ട്രൂ ആണ്, രണ്ടാമത്തത് ഫോൾസ് ആണ്. അപ്പോഴും എന്താ? അത് ഫോൾസ് ആയിട്ട് തന്നെ വരുള്ളൂ. രണ്ടും ട്രൂ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആൻഡിൽ ട്രൂ ആയിട്ട് വരുള്ളൂ. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി, 1 1 1. അതായത് രണ്ടും ട്രൂ ആയാൽ മാത്രമേ ആ ഒരു ഓപ്പറേഷനും ട്രൂ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഓർ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താ നോക്കിക്കുക. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിമ്പിളാണ്, ഇങ്ങനെ ഒരു 2 എണ്ണം. ഇതാണ് നമ്മൾ ഓർ ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ. 10 ഗ്രേറ്റർ ദാൻ 5 ശരിയാണല്ലേ. 10 5നേക്കാളും വലുതാണ്. 100 ലെസ് ദാൻ 25 ശരിയാണോ? അല്ല. പക്ഷേ ഇത് ട്രൂ ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ഓറിന്റെ കേസിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിയായാൽ മതി, ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും ശരിയാവണം. അതായത് രണ്ടും ശരിയായാൽ ഓക്കെ, അതല്ല ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രൂ ആണെന്ന് പറയാം. ഇപ്പൊ താഴെ നോക്കിക്കേ. 10 ഗ്രേറ്റർ ദാൻ 15 ശരിയാണോ? അല്ല അല്ലേ. ഇനി 100 ലെസ് ദാൻ 90 ആണോ? അതും അല്ല. അപ്പൊ രണ്ടും ഫോൾസ് ആണ്. രണ്ടും ഫോൾസ് ആകുമ്പോൾ എന്താ? ആ ഒരു ഓപ്പറേഷൻ ഫുള്ളായിട്ട് ഫോൾസ് ആയിട്ട് മാറും. ഇപ്പൊ നോക്കിക്കേ, കണ്ടോ, നമുക്ക് രണ്ടും ഫോൾസ് ആണെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ഫുള്ളായിട്ട് ഫോൾസ് ആവും. ഏതെങ്കിലും ഒന്ന്, ഇവിടെ നോക്കിക്കേ, ഇവിടെ ട്രൂ ഉണ്ടല്ലേ, അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ട്രൂ ആയിട്ട് എടുക്കാം. ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ട്രൂ ആണ്, അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫുൾ ഓപ്പറേഷൻ നമുക്ക് ട്രൂ ആയിട്ട് പറയാം. ഇവിടെ വരുമ്പോൾ രണ്ടും ട്രൂ ആണ്, അപ്പൊ ഒബ്വിയസ്ലി ഇതും ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഓറിന്റെ കേസ് വരുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ഒരു കണ്ടീഷൻ എങ്കിലും ട്രൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ഫുൾ ഓപ്പറേഷൻ ട്രൂ ആയിട്ട് മാറുള്ളൂ. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ലാസ്റ്റ് വരുന്നതാണ് നോട്ട് ഓപ്പറേറ്റർ. നോട്ട് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്?
ദാ ഇങ്ങനെയാണ് നമ്മൾ നോട്ട് കൊടുക്കുന്നത്. ഓക്കെ, നോട്ട് ഓപ്പറേറ്ററിന്റെ കേസിൽ എന്താ പറയുന്നത് നോക്കിക്കേ, 100 ലെസ് ദാൻ 2. ഓക്കെ, 100 ലെസ് ദാൻ 2 ആണോ? അല്ല, ശരിക്കും 100 ലെസ് ദാൻ 2 അല്ല. പക്ഷെ അതിന് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് നോട്ട് എന്നാണ്. അതായത് 100 ലെസ് ദാൻ 2 അല്ല എന്നാണ് അവർ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട്. അപ്പൊ എന്താ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ട്രൂ ആണ് നമുക്ക് കൊടുക്കാം. ഇവിടെ ഈ ഒരു സിമ്പിൾ ഇല്ലെങ്കിൽ നമ്മളത് ഫോൾസ് ആയിട്ട് പറയും. ഇവിടെ ഈ ഒരു സിമ്പിൾ ഉണ്ട്, അതായത് 100 ലെസ് ദാൻ 2 അല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഓപ്പറേഷൻ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രൂ ആണെന്ന് പറഞ്ഞത്. ദെൻ ഇവിടെ നോക്കിക്കേ, 100 ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞു, എന്നിട്ട് അത് അവർ നോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? 100 ഗ്രേറ്റർ ദാൻ 2 ആണെന്നല്ലേ അവർ പറയുന്നത്. അതാണോ? അല്ലല്ലേ, തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഫോൾസ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് പറയുന്ന പോലെ 0 ആണെങ്കിൽ നോട്ട് എന്ന് പറയുമ്പോൾ അത് 1 ആയിരിക്കും, 1 ആണെങ്കിൽ അത് നോട്ട് എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. നേരെ തിരിച്ചു, അത്രേ ഉള്ളൂ. നോട്ട് സിമ്പിൾ ആണ്. എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പുറത്ത് വരിക നോട്ട് എന്ന് പറയുമ്പോഴേക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ, ആൻഡ്, ഓർ, നോട്ട്. ആൻഡിന്റെ കേസ് എങ്ങനെയാന്ന് പറഞ്ഞു, നമുക്ക് രണ്ട് കേസും, രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ഒരു ഓപ്പറേഷൻ ഫുൾ ആയിട്ട് ട്രൂ ആയിട്ട് പറയാൻ പറ്റൂ. ബാക്കിയെല്ലാം ഫോൾസ് ആയിരിക്കും. ഇനി ഓറിന്റെ കേസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ട്രൂ ആയിരിക്കണം. ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ട്രൂ ആണെങ്കിൽ എന്താ, നമുക്ക് അത് ട്രൂ ആണെന്ന് പറയാം. അതല്ല രണ്ടും ട്രൂ അല്ല ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫോൾസ് ആയിട്ട് തന്നെ ഇരിക്കും. നോട്ടിന്റെ കേസ് വരുമ്പോഴേക്കും ട്രൂ ആണെങ്കിൽ നോട്ട് വരുമ്പോൾ അത് ഫോൾസ് ആയിരിക്കും. ഇപ്പുറത്ത് ഫോൾസ് ആണെങ്കിൽ നോട്ട് വരുമ്പോൾ അത് ട്രൂ ആയിട്ട് മാറും. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴേക്കും C++ൽ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേറ്റർ ആണ്. അതായത് 2 ആരോ സിമ്പിൾ ആണ് ഇങ്ങോട്ടുള്ളത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ്. ഇതിന് നമ്മൾ വേറെ പേരും കൂടി വിളിക്കും, ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴോ നേരെ തിരിച്ച് ഇങ്ങോട്ട്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പുട്ട് ടു അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതുക, ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പൊ ഈ ഒരു പേരുകൾ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? ഗെറ്റ് ഫ്രമും എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഓപ്പറേറ്ററും, പുട്ട് ടു അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വരുന്നതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇവിടെയാണ് ഈക്വൽ ടു നമ്മൾ സിമ്പിൾ കണ്ടോ. നമ്മൾ ശരിക്കുള്ള ഈക്വൽ ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 ഈക്വൽ ടു എഴുതി അല്ലേ. അപ്പോൾ സിംഗിൾ ആയിട്ട് നമ്മൾ ഈക്വൽ ടു എഴുതുമ്പം അതൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ടാണ് C++ൽ പറയുന്നത്. അതെന്താ? വെൻ വി ഹാവ് ടു സ്റ്റോർ എ വാല്യൂ ഇൻ എ മെമ്മറി ലൊക്കേഷൻ, അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ്. അതായത് നമ്മൾ വേരിയബിൾ പറഞ്ഞ എന്താണ്, മെമ്മറി ലൊക്കേഷന്റെ പേരാണെന്ന് പറഞ്ഞു. അവിടെ നമ്മളൊരു എക്സാമ്പിൾ പഠിച്ചിരുന്നു. നം എന്നാണ് വേരിയബിൾ നെയിം പറഞ്ഞത്. അതിൻ്റെ അകത്ത് കൊടുത്തിരുന്ന കണ്ടന്റ് 18 ആയിരുന്നു. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, അതായത് ഈ ഒരു വേരിയബിളിലേക്ക് ഈ ഒരു കണ്ടന്റ് നമുക്ക് സ്റ്റോർ ചെയ്യണം, അസൈൻ ചെയ്യണം. നമ്മിലേക്ക് 18 എന്ന് പറയുന്നത് അസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഈക്വൽ ടു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ 2 ഈക്വൽ ടു അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? ഒരു സിംഗിൾ ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സംഭവം നമുക്കൊരു മെമ്മറിയിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് മാറിപ്പോരുത്. ഒരിക്കലും നം ഈക്വൽ ടു 18 എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഈക്വൽ ആണെന്ന് വിചാരിക്കരുത്. 18 നമ്മൾ നമ്മിലേക്ക് അസൈൻ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, എന്താണ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, an expression is composed of operators and operands. അതായത് ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻസും കൂടി ചേർന്ന് വരുന്നതിനെയാണ്, കൂട്ടിച്ചേർത്ത് നമ്മൾ എഴുതുന്നതിനെയാണ് എക്സ്പ്രഷൻ എന്ന് വിളിക്കാം. ഓക്കെ, the operands may be either constants or variables. ഓപ്പറാൻസ് എന്താവാം? കോൺസ്റ്റൻസ് ആവാം, വേരിയബിൾസ് ആവാം. അതുപോലെ തന്നെ all expressions can be evaluated to get a result. എല്ലാം കൂടെ നമുക്ക് എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടും അല്ലേ. ആ ഒരു കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാല്യൂ റിട്ടേൺഡ് ബൈ ദി എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ 5 + 3 = 8 എന്ന് എഴുതിയില്ലേ, ഇതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ 5ഉം 3 എന്ന് പറയുന്നത് ഓപ്പറാൻസും പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററും 8 എന്ന് പറയുന്നതാണ് വാല്യൂ റിട്ടേൺഡ്, അതായത് അതിൻ്റെ റിസൾട്ട് വാല്യൂ റിട്ടേൺ ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുന്നതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എക്സ്പ്രഷൻ. ഈ ഒരു എക്സ്പ്രഷൻ തന്നെ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. അരിത്തമെറ്റിക് ഉണ്ട്, റിലേഷണൽ ഉണ്ട്, ലോജിക്കൽ ഉണ്ട്. നേരത്തെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ചത് സെയിം സംഭവം തന്നെ. അരിത്തമെറ്റിക്കിൻ്റെ കേസ് വരുമ്പോൾ എന്താ, നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ഓപ്പറാൻസ് എന്ന് പറയുന്നത് ന്യൂമറിക് ഡേറ്റ ആയിരിക്കും അല്ലേ, ചിലപ്പം വേരിയബിൾസ് ആയിരിക്കും, ചിലപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന എന്താ, ന്യൂമറിക് ഫോർമാറ്റിലായിരിക്കും.
അല്ലേ? നമ്മളൊരു ടേബിൾ നോക്കിയാലും നമ്മൾ 10 × 3 10 -3 അങ്ങനെ എല്ലാം നമ്മൾ പെർഫോം ചെയ്തില്ലേ? അപ്പോൾ നമുക്കൊരു ന്യൂമറിക് വാല്യൂ ആണ് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ വാല്യൂ റിട്ടേൺഡ് ന്യൂമറിക് ആയിരിക്കും. അപ്പോൾ അരിത്തമെറ്റിക് ഏതൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? ഇൻറ്റീജർ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ മിസ് ഇപ്പോൾ എഴുതിയതുപോലെ 5 + 3 = 8 എന്നൊക്കെ എഴുതുന്നത് ഇൻറ്റീജർ. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പോൾ നമ്മൾ 5.0 + 2.1, അപ്പോൾ ആൻസർ എന്താ? 7.1 ഇങ്ങനെ എഴുതില്ലേ? ഇതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ്. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നിങ്ങൾ പൈയുടെ വാല്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, 3.14. ഓക്കെ, അതുപോലെ സ്ക്വയർ റൂട്ട് ഇല്ല, പൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 3.14 ഫിക്സഡ് ആണല്ലേ, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ, അതിൻ്റെ ആൻസർ വരുന്നതൊക്കെ അതൊക്കെയാണ് കോൺസ്റ്റന്റ് എക്സ്പ്രഷൻസിൽ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ. ഇനി വരുന്നത് എന്താ? റിലേഷണൽ എക്സ്പ്രഷൻ. റിലേഷണൽ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ എഴുതുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതും അല്ലേ? അതായത് ഇപ്പം 5 <10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ നേരെ എഴുതും. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് റിലേഷണൽ എക്സ്പ്രഷൻ. അതായത് റിസൾട്ട് എന്തായിരിക്കും? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് മാത്രമായിരിക്കും. ദെൻ ലാസ്റ്റ് വരുന്നതാണ് ലോജിക്കൽ എക്സ്പ്രഷൻ. ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? They combine 2 or more relational expressions with logical operators. എന്താണ്? അതായത് ഇപ്പം 5 < 3 and 5 > 10 ഇങ്ങനെ എഴുതുമ്പോൾ എന്താ? 2 റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ റിലേഷണൽ എക്സ്പ്രഷൻസിനെ നമ്മളൊരു ലോജിക്കൽ ഓപ്പറേറ്റർ വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതുന്നു. അതിനെയാണ് ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ച സെയിം തന്നെ അത് ഔട്ട്പുട്ട് ആയിട്ട് എഴുതുമ്പം എങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്? എക്സ്പ്രഷൻ എന്നാണ് വിളിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് ഉണ്ട്, റിലേഷണൽ ഉണ്ട്, ലോജിക്കൽ ഉണ്ട്. അരിത്തമെറ്റിക്കിൽ തന്നെ എന്തൊക്കെയുണ്ട്? ഇൻ്റഗ്രൽ ഉണ്ട്, ഫ്ലോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റന്റും ഉണ്ട്. ക്ലിയർ ആണല്ലോ?